ഹലോ, ഇന്ന് നമുക്ക് കടുക്കച്ചാറാണ് കേട്ടോ. നല്ല ചെറിയ കുറച്ച് കടുക്കുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 കിലോളുണ്ട്. ഇത് നമുക്ക് അച്ചാറിട്ട് വെക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 സ്പൂൺ സാദാ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മസാല പുരട്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ, കൂടി പോകരുത്. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ. നല്ലോണം ഒന്ന് മസാല തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കടുക്ക അവിടെ നിന്നോട്ടെ കേട്ടോ. ഇനി നമ്മൾ ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാൻ ഉരുളിയാണ് എടുത്തത്. എന്തായാലും നിങ്ങൾ ലേശം അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണേ. തീ കാളി പോകരുത്, ആ രീതിക്കുള്ള പാത്രം. ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1-1.5 കപ്പ് നല്ലെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കടുക്കട്ട് നമ്മൾ നല്ലോണം പൊരിച്ചെടുക്കുകയാണ്. കടുക്കത നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഡൗട്ട്, ഈ കടുക്ക പൊരിയുമ്പോൾ എന്താ ഇങ്ങനെ പത വരുന്നതെന്ന് അറിയുന്നവരെന്താ അതിൻ്റെ കാരണം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കടുക്കൊക്കെ പൊരിച്ച് മാറ്റി വെക്കുകയാണ്. കടുക്ക ഫുള്ള് പൊരിച്ചെടുത്തിട്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ കടുക്ക പൊരിച്ചെടുത്തത്. പിന്നെ നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു 50 ഗ്രാം വെളുത്തുള്ളിയും ഒരു 30 ഗ്രാം ഇഞ്ചിയും ഒരു 5-8 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് നെരിഞ്ഞ് വന്നോട്ടെ. നല്ലോണം നെരിയണം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നെരിയണം, പക്ഷേ കരിഞ്ഞു പോകരുത്. അത്യാവശ്യം ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് കടുക്ക പൊരിച്ച പാത്രമില്ലേ, ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ മസാല അടിച്ച മസാല ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1.5 സ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതും 1.5 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1.5 സ്പൂണോളം കായപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി അത്യാവശ്യം ഒരു ഏകദേശം ഞാനൊരു 3/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മസാല തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതാ പൊരിച്ച് വെച്ച് കടുക്കയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഏകദേശം നമ്മൾ കടുക്കച്ചാറ് സെറ്റാണ്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ്, വളരെ കുറച്ച് സമയം മതി. ഇതാ ഇങ്ങനെ കുറുകി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഉള്ളി മുളകൊക്കെ വറുത്ത പാനിലുള്ള ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതോടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ അച്ചാറിൽ കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടാവും, കാരണം അച്ചാർ പെട്ടെന്ന് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മൾ അച്ചാർ സെറ്റാണ്. സത്യം പറയാലോ, ചോറിന് വേറെ ഒന്നും വേണ്ട. ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ചോറ് തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യും.